അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലക്ക്, മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യാൻ പാടില്ല, കോളേജുകളിലാണ് മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യാൻ പാടില്ല, മെഡിക്കൽ കോളേജുകളിൽ പെണ്ണുങ്ങൾക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പാടില്ല, ആണും പെണ്ണും ഒരുമിച്ച് നടക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള അധ്യാപക ഫാസിസമാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്നത്. ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സാണ്, ഞാൻ മാർക്ക് കൊടുത്തില്ലെങ്കിൽ അവൻ തോൽക്കും ഉറപ്പായിട്ടും. എന്റെ ക്ലാസ്സാണ്, ഞാനാണ് തീരുമാനിക്കുന്നത്, അവൻ കുട്ടിയാണ്, ഞാൻ കുറെ പഠിച്ചു, കുറെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന അധ്യാപകർ. ഇവരുടെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടിയെ ഒരു പൗരനായി കാണാൻ പറ്റില്ല. അവരുടെ പ്രായമൊക്കെ വെച്ചിട്ട് അവരെ അവഗണിക്കുകയാണ് ചെയ്യാറ്. നിങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നുണ്ട്, നിങ്ങളൊരു സേവനമൊന്നുമല്ല ചെയ്യുന്നത്, നിങ്ങൾക്ക് മറ്റേതൊരു തൊഴിലും പോലെ കൃത്യമായ കൂലി കിട്ടുന്നുണ്ട്, അതിനുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ മതബോധം, നിങ്ങളുടെ അന്ധവിശ്വാസങ്ങൾ, നിങ്ങളുടെ അനാചാരങ്ങൾ കൊണ്ടേ കളയാനുള്ള കുപ്പത്തൊട്ടികളല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാർത്ഥികളും എന്നുള്ളതാണ്. ഈ കാട്ടിക്കൂട്ടലുകൾ മുഴുവൻ കാണിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും സ്കൂൾ ചുവരുകളിൽ, ലൈബ്രറികളിൽ, ബ്ലാക്ക് ബോർഡുകളിൽ വരെ ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും. ഇതിൽ അധ്യാപകർ മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് ഞാൻ അനുമാനിക്കുന്നത്, അധ്യാപകർ എപ്പോഴും ബഹുമാനം എടുത്തുകൊണ്ടേയിരിക്കുക, കുട്ടികൾ എപ്പോഴും ബഹുമാനം കൊടുത്തുകൊണ്ടേയിരിക്കുക എന്നതാണെന്നാണ് തോന്നുന്നത്. ഒരിക്കൽ സി രവിചന്ദ്രൻ പറഞ്ഞു, ഗുരു ഒരു സാധ്യതയാണ്, ഒരു പരിമിതി കൂടെയാണ്. മനുഷ്യരാശിയുടെ പുരോഗതി നോക്കുമ്പോൾ ഗുരുക്കളെ വന്ദിച്ചും അതിലംഘിച്ചുമാണ് നമ്മൾ മുന്നോട്ട് പോയത്. അല്ലാതെ ഗുരു പറയുന്നത് വെട്ടി വിഴുങ്ങിയല്ല, മനുഷ്യൻ ഒരടി മുന്നോട്ട് പോയില്ല. ഗുരുവിനെ വന്ദിക്കണം, സ്നേഹിക്കണം, ബഹുമാനിക്കണം, ഇതിനൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ. പക്ഷെ ഗുരു അല്ല സത്യം. അങ്ങനെ ഒരു അൾട്ടിമേറ്റ് സത്യങ്ങളും തമ്പുരാന്മാരും ഇല്ല ഈ ലോകത്ത്.